ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മേഘ എന്നാണ്. സോ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ജന്തർ മന്തർ പോവാണ്. അപ്പം അതിൻ്റെ ഒരു How do you feel about this trip? Maybe I'm going. I don't have my metro card, but I came to know that I can get it from online. ഈ വീഡിയോയിൽ സ്ഥലത്തേക്കാൾ കൂടുതൽ എന്താ പറയുക, ഫുള്ള് ഫണ്ണായിരിക്കും. ഐ സ്വെയർ ഫുള്ള് അലമ്പായിരിക്കും. ഞങ്ങൾ സംസാരിക്കുന്നതും അതും ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതലാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അധികം ഉണ്ടാവില്ല. കൂടുതൽ ഞങ്ങളുടെ ഒരു കോളേജ് ട്രിപ്പല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടിയിരിക്കുകയാണ്. 200 പിള്ളേരോളം ഉള്ള ക്ലാസ്സാണ്. അപ്പം ആ ക്രൗഡ് തന്നെ കണ്ടില്ലേ. നീ എന്തോ പറയാൻ വന്നപ്പോഴത്തേന് ഞാൻ മാറ്റി കളഞ്ഞു. അല്ല, അവൻ എന്തെങ്കിലും പറയണ്ടോ? പോയി. ഞാനും ഗൗവും കൂടെ നടക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നടക്കുകയാണ്. പക്ഷെ ഞാൻ സ്പെസിഫിക്കലി ഞങ്ങൾ നടക്കുക. എന്താ പറയാനുള്ള ഗൗവിന്? എന്താ പറയാനുള്ള? ജാഥയായിട്ട് അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ ക്ലാസ്സിലെ പിള്ളേർ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തന്നെ റിക്ഷ പിടിക്കും. സോ ഹലോ ഗൈസ്, നമ്മൾ വിശ്വവിദ്യാലയ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ റിക്ഷ പിടിച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തി. ഗൈസ്, നമ്മൾ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 2 ഇറങ്ങി നമ്മൾ CP-യിലെത്തിയിരിക്കുകയാണ്. ഇനിയും 909 മീറ്റർ കൂടെ നടക്കാനുണ്ട്. ഇവിടെ ഒരാള് വീഡിയോയിൽ വന്ന കട്ട് ചെയ്യണ പരിപാടി ഇല്ല. നല്ല ഒരു രസമുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം. സോളാർ ട്രീ സെൽഫി പോയിന്റ് കൊള്ളാലോ. പിന്നെ അത് ആ കാണുന്നതാണ് CP ബിൽഡിങ്സ് ഒക്കെ. അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് CP. നമ്മൾ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ജന്തർ മന്തറിൻ്റെ അവിടേക്ക് നടക്കുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ആദ്യം എത്തുമെന്ന്. പക്ഷേ ചമ്മിപ്പോയി ഗൈസ്, ഞങ്ങളാണ് ഏറ്റവും അവസാനം എത്തിയത്. എന്തായാലും ടൈമിന് തന്നെ എത്തി ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് 20 രൂപയ്ക്ക് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. സോ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമിത് സാറ്. ഞങ്ങളെ ഇതുവരെ പഠിപ്പിച്ച പ്രൊഫസേഴ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലി ഏറ്റവും ഇഷ്ടമുള്ള സാറാണ് അമിത് സാർ എന്ന് പറയുന്നത്. അക്രി, എന്താ സാറ് പറഞ്ഞേ? അതായത് ഈ യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ യൂസസ് ആണ്. ഇത് ബേസിക്കലി അവർ ആംഗിൾ ഡിക്ലിനേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. അത് ഫ്രണ്ടില്ല. ഈ സൈഡിന്റെ ഗുണം എന്താണ്? ഈ സൈഡ് മറ്റേ സെമി സർക്കിൾ പോലെ അതിൽ മാർക്കിങ്സ് ഉണ്ട്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിടം കറക്റ്റ് 90 ഡിഗ്രി അല്ല, കുറച്ച് ചരിഞ്ഞ, ഏകദേശം 5 ഡിഗ്രി ചരിഞ്ഞാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. അതായത് ഈ സൈഡ് 5 ഡിഗ്രിയാണ്. അപ്പം എന്താ നമുക്കറിയാം, ഡൽഹിയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 28.something ഡിഗ്രി. പിന്നെ എർത്തിന്റെ ടിൽറ്റ് 23.5 ഡിഗ്രി. അത് അല്ല, അത് ജൂൺ 21 വരുന്ന ഡിക്ലിനേഷന്റെ ആംഗിൾ 23.5 ഡിഗ്രി. ഏകദേശം ഡിഫറൻസ് 5 ഡിഗ്രി. 5 ഡിഗ്രി വെച്ചാണ് ഇത് 5 ഡിഗ്രി ഇതിന്റെ മണ്ടയ്ക്ക് വരും. അതെ 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 തീർച്ചയായും അതെ 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 അതെ. ജൂൺ 21 നേരെ ഇതിന്റെ മുകളിലായിരിക്കും. അപ്പൊ 0 ഷാഡോ ആയിരിക്കും ഇവിടെ. പക്ഷെ ഡൽഹിക്ക് ഒരു 0 ഷാഡോ. ഇങ്ങനെ 5 ഡിഗ്രി ഒക്കെ എനിക്കറിയാൻ പാടില്ല. ഇവിടെ മനുഷ്യന് കളിമണ്ണ് വെച്ചിട്ട് കിണ്ടി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അവർക്ക് ഭയങ്കര തലയായിരുന്നു. 5 അല്ല 4.5 എങ്ങാണ്ടാണ്. കാരണം എന്താ വെച്ചാൽ 23.5 28 കൂടി ക്യാൻസൽ ആയി പോയിട്ട് പോയിന്റ് 3 ഇതെല്ലാം കൂടി ഇങ്ങനെ ക്യാൻസൽ എടുത്ത് ഇങ്ങനെ അപ്പൊ 4.8 ബേസിക്കലി ഈ സാധനം മൊത്തം വലിയ പ്രൊട്രാക്ടറാണ്. ആൾക്കാരാണ്. കഷ്ടപ്പാട്. ഡൽഹിയില് 0 ഷാഡോ ഡേ ഉണ്ടാവത്തില്ലല്ലോ. മാക്സിമം 23.5. കാരണം സൂര്യൻ അന്ന് റെസ്റ്റാ.
23.5 ഡിഗ്രി വരെ മാക്സിമം സണ്ണിന് വരാൻ പറ്റും. നമ്മുടെ പൊസിഷൻ എന്ന് വെച്ചാൽ 28, അതായത് നമ്മുടെ സൂര്യൻ എങ്ങനെ അറിയാം 23.5 ഡിഗ്രി അവിടെ എത്തുന്നു? സൂര്യൻ എങ്ങനെ അറിയാം 23.5 ഡിഗ്രി? സൂര്യന്റെ പ്രൊട്രാക്ടർ ഏതാ? ക്യാമ്പിന്റെ ഗൈസ്, ഈ ചളി അടിക്കുന്നവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറയുക? सन अगर बिल्कुल ऊपर है तो अगर सन वहाँ पर है उस रॉड का शेडो वुड बी लाइंग इन दिस डायरेक्शन एंड एज सन मूव अपवर्ड वो शेडो वुड मूव ऑन दिस स्केल ओके विद द पैसेज ऑफ द टाइम फॉर 21st जून. ഗൈസ്, ഇവിടെ നമുക്ക് ചില്ല് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. എല്ലാവരും ഇരിക്കുകയാണ്. ചില്ല് ചെയ്യുക. ഗൗതം, നിനക്ക് ചില്ല് ചെയ്യണ്ടേ? അതെന്താണ് നിനക്ക് ചില്ല് ചെയ്താല്? ചൂടത്ത് നീ തന്നെ പോയിട്ട് സീരിയലിന് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെ കിട്ടി. യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഇടത്തിൽ കയറി ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുക്കും. അതെ, ദർശനയിടത്തേക്ക് ചെറുക്കനെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ടീച്ചർ ഇത് വീഡിയോയിൽ എന്തായാലും വരും. അതെ അതെ. സ്വാതി, നിന്റെ ഓരോ എക്സ്പ്രഷൻസ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓരോ എക്സ്പ്രഷൻസ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന യന്ത്രത്തിൻ്റെ പേരാണ് സാമ്രാട്ട് യന്ത്രം എന്ന് പറയുന്നത്. ഇതാണ് എന്തോ ഒരു കോല്. ഇതാണ് സൂര്യൻ. ഹലോ, വ്ലോഗിൽ വരുവേ. by Raja Jaisingh. Raja Jaisingh originally राजस्थान में प्लेस थे, बट उन्होंने 5 जंतर मंतर बनवाए. There were 5 जंतर मंतर. Can anyone name those 5 places जहाँ पे जंतर मंतर? One is जयपुर, सबसे बड़ा, सबसे ओरिजिनल और शायद बहुत बेटरली रिस्टोर किया हुआ है. You can do and go there and do the measurement. Then the second one is this one, New Delhi. Then we have in Ujjain, वाराणसी, और एक मथुरा में होता था लेकिन शायद अब वो नहीं है. Okay, शायद अब वो नहीं है. या जो भी है वहाँ पे खंडर ही है, कुछ ज़्यादा मेंटेन नहीं किया. So there are. ആണ് വിഷ്ണു രാമന്റെ യന്ത്രം. രാമനും സീതയും മുമ്പ് ലങ്കയിലേക്ക് പോണതിന്റെ മുമ്പ് ഒന്ന് സമയം നോക്കിയാൽ അത് വാലിഡ് ചോദ്യമാണ്. പൊടിയാണോ? അപ്പം നമ്മൾ ഈ സൂം ചെയ്ത് പോകുന്ന സാധനത്തിൻ്റെ ആ ഒരു യന്ത്രത്തിൻ്റെ പേര് രാം യന്ത്രം എന്നാണ്. വോയിസ് ഓവറോട് ഇപ്പോൾ നമ്മൾ ജന്തർ മന്ദറിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട്. Okay, this is Rama Yantra. അപ്പം ജന്തർ മന്ദർ വിസിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ഉടനെ അടുത്ത റിക്ഷ പിടിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ പോയത് നവംബർ 1 കേരള പിറവിയുടെ അന്നായിരുന്നു. അപ്പം കേരള ഹൗസിൽ നല്ല തിരക്ക് കാണുമെന്നറിയാം. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം കേരള ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണല്ലോ. അപ്പം ഞങ്ങൾ കിട്ടിയ അടുത്ത ഓട്ടോയിൽ തന്നെ പിടിച്ചിട്ട് ഞങ്ങൾ കേരള ഹൗസിലോട്ട് പോയി. അപ്പം ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു ജന്തർ മന്ദറിൻ്റെ അവിടെ നിന്ന് കേരള ഹൗസിലേക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓടുകയല്ല, റിക്ഷയിൽ പോവുകയാണ് ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേനും പതുക്കെ ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ ചെന്നത്. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവിടെ വന്നു. ഞാൻ കഴിച്ചത് ഊണും മീൻ വറുത്തതുമാണ്. അതിനുശേഷം ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിക്കഴിച്ച് ഞാൻ എൻ്റെ ഈ ജേണി അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സൂര്യനെ നോക്കി റോഡും നോക്കിയിരിക്കുന്നു. ഗൗതം, ഹായ് പറയടാ, എന്തേലുമൊക്കെ പറ. ജന്തർ മന്ദറിനെ കുറിച്ച് പറ. ആ, വളരെ നല്ലൊരു സ്ഥലമാണ് ജന്തർ മന്ദർ, ഡൽഹിയിൽ. അതെന്താ ജയ്പൂർ പറഞ്ഞല്ലോ? കേരള കേരള ഹൗസിൽ പോയി ഫുഡ് കഴിക്കുക, അതാണ് പിന്നെ മെയിൻ എയിം. അല്ലാണ്ട് ജന്തർ മന്ദറിൽ പോയിട്ട് കാൽക്കുലേഷൻസ് എടുക്കാനല്ല.